ഹലോ ഗൈസ്, ഇന്നൊരു ബുധനാഴ്ച. നമ്മുടെ ബോബിക്കുട്ടി രാവിലെ തന്നെ എണീറ്റായിരുന്നു കേട്ടോ. താൽക്കാലികമായിട്ടുള്ള പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് സ്മൂത്തി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റവ ഉപ്മാവാണ്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് കൂടുതൽ ദിവസങ്ങളിൽ ഇതാണ് കേട്ടുണ്ടാവുക. കൂടെ 2 പഴവും. സാധാരണ ദിവസങ്ങളിലൊക്കെ ബോബിക്കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ കരച്ചിലായിരിക്കും. പക്ഷെ ഇന്ന് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ബോബിക്ക് കൊടുക്കേണ്ട പങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണേ. അങ്ങനെ നമുക്ക് ഇന്ന് കൊണ്ടുപോകേണ്ട പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ നല്ല തണുപ്പും മഴയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഒരു കോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കച്ചവടത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പായസം ഒരാളുടെ വകയാണ് കേട്ടോ. ഉഷ എന്ന് പറഞ്ഞൊരു അമ്മയുടെ 1ാം ചരമവാർഷികമായിരുന്നു ഈ കഴിഞ്ഞ 28-ന്. അന്നത്തെ ദിവസത്തെ പായസം സ്പോൺസർ ചെയ്തിരുന്നു. അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആ ദിവസത്തെ പായസം 29-ാം തീയതിയായ ഇന്ന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വീഡിയോസുകളൊക്കെ കഴിഞ്ഞ 27-ാം തീയതി പായസം ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ. അന്നൊരു സ്പോൺസർ ഉണ്ടായിരുന്നു. തളിപ്പറമ്പുള്ള ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് 27-ാം തീയതി പായസം കൊടുത്തിരുന്നത്. 28-ാം തീയതി ആയിരുന്നു ഓർമ്മദിനം. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞാനിത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചെയ്തു തീർക്കേണ്ട ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനൊന്ന് അക്ഷയ വരെ പോയായിരുന്നേ. എന്നാൽ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോബിക്കുട്ടി പോപ്കോണും കഴിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ബോബിക്കുട്ടിക്ക് ഇന്ന് കിട്ടിയ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നേ. അതിലൊരു ചോക്ലേറ്റ് ബോബിക്കുട്ടി കൊടുത്തിട്ടുണ്ട്. അച്ഛനത് വയലത്തെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ബോബിക്കുട്ടി വടിയെടുത്ത് ലുട്ടാപ്പിയും കളിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ നോട്ടം കണ്ടില്ലേ? അവളുടെ എക്സ്പ്രഷനും ദേഷ്യമൊക്കെ കാണാൻ എല്ലാവരും ഓരോ ഭാഗത്തു നിന്നും എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേബിയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ അപ്പോടും. ഞാനാണ് ബോബിക്കുട്ടിയെ കളിയാക്കിയതെങ്കിലും കിട്ടിയത് അച്ചച്ചനാ. നിങ്ങളുടെ മോനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞോന്നാണ് അവളുടെ ഭീഷണി. അവളുടെ ലുട്ടാപ്പിയുടെ കളിയായിട്ട് അവൾ നീങ്ങി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വയലിലേക്ക് പോയായിരുന്നു കേട്ടോ അച്ചച്ചൻ്റെ കൂടെ. അപ്പോൾ ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല റേഷനരി ചോറും നല്ലൊരു സാമ്പാറും അതിൻ്റെ കൂടെ ഉപ്പേരിയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിത് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഇതുവരെയുള്ളൂ, ബാക്കി നാളെ.